ഈ വർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പല ഓഹരികളുടെയും പ്രകടനത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ന്യൂ ഏജ് ടെക്നോളജി ഓഹരികൾ എങ്ങനെയാണ് റിട്ടേൺ നൽകിയത്? പല ഓഹരികളും ദുർബലമായ റിട്ടേൺ ആണ് നൽകിയതെന്ന് കാണാം. അതിനിടയിലും മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ ഓഹരികളും ഉണ്ടായിരുന്നു. നമുക്കിന്ന് സമ്മർദ്ദം നേരിട്ട ഓഹരികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. 2024 ഓഗസ്റ്റിൽ 4193 കോടി രൂപ സമാഹരിക്കാനെത്തിയ കമ്പനിയായിരുന്നു ബ്രെയിൻബേസ് സൊല്യൂഷൻസ്. 465 രൂപയാണ് IPO പ്രൈസായി നിശ്ചയിച്ചത്. തുടർന്ന് ഓഗസ്റ്റ് 13 ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി 40% പ്രീമിയത്തിൽ 651 രൂപയിലാണ് NSE ലിസ്റ്റ് ചെയ്തത്. 625 രൂപയിൽ BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടു. മൂന്നാം പാദത്തിൽ കമ്പനിയുടെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. വരുമാനവും 14% വർദ്ധിച്ചു. എന്നാൽ വിപണിയിൽ കാര്യമായ നേട്ടം നൽകാൻ ഓഹരിക്ക് കഴിഞ്ഞില്ല. എയർടെൽ ഡേറ്റ് 45% നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയത്. നിലവിൽ 350 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നതെന്ന് കാണാം. ഏപ്രിലാണ് ഓഹരി 286 രൂപയിലേക്ക് ഇടിഞ്ഞത്. നിക്ഷേപക ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു കമ്പനി ഒല ഇലക്ട്രിക് ആയിരുന്നു. കമ്പനി 6145 കോടി രൂപ സമാഹരിക്കുന്നതിന് 2024 ഓഗസ്റ്റിൽ തന്നെയാണ് IPOയുമായി എത്തിയത്. 76 രൂപയായിരുന്നു ഇഷ്യൂ വിലയായി തീരുമാനിച്ചത്. ഏപ്രിൽ മാസത്തിൽ 45 രൂപയിലേക്ക് ഇടിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം 38% ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായത്. നിലവിൽ 50 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത്. മൂന്നാം പാദത്തിൽ കമ്പനിയുടെ നഷ്ടം കൂടുതൽ വർദ്ധിച്ചതായി കാണാം. നഷ്ടം 376 കോടി രൂപയിൽ നിന്ന് 564 കോടി രൂപയായി. വരുമാനം 19% ഇടിഞ്ഞു. വിൽപ്പനയും ക്രമാതീതമായി കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 157 രൂപ വരെ ഉയർന്ന ഓഹരിയാണ് പിന്നീട് 45 രൂപയിലേക്ക് ഇടിഞ്ഞത്. നെറ്റ്വെബ് ടെക്നോളജീസിലും സമാനമായ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടതായി കാണാം. ഓഹരി ഒന്നിന് 500 രൂപ നിരക്കിലായിരുന്നു കമ്പനി ഇഷ്യൂ വില നിശ്ചയിച്ചത്. തുടർന്ന് 2023 ജൂലൈയിലാണ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 89% പ്രീമിയത്തോടെ ബമ്പർ ലിസ്റ്റിംഗും ഓഹരി നടത്തി. 631 കോടി രൂപ സമാഹരിക്കാൻ എത്തിയ ഓഹരിക്ക് മികച്ച സ്വീകരണം ലഭിച്ചു. കമ്പനിയുടെ മാർച്ച് പാദ ഫലങ്ങൾ വന്നിരുന്നു. ലാഭം 45% വർദ്ധിച്ചു. ഓപ്പറേറ്റിംഗ് ഇൻകം 56% ഉയർന്നു. പോയ സാമ്പത്തിക വർഷം മികച്ച പാദഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞു. 2024 കലണ്ടർ വർഷത്തിൽ 129% ശക്തമായ റിട്ടേൺ നിക്ഷേപകർക്ക് നൽകാനും ഓഹരിക്ക് സാധിച്ചു. എന്നാൽ ഈ വർഷം ഓഹരിയിൽ വിൽപ്പനാ സമ്മർദ്ദം കണ്ടു. 33% നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയത്. നിലവിൽ 1800 രൂപയ്ക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്. 2024 ഓഗസ്റ്റിൽ തന്നെ വന്ന മറ്റൊരു കമ്പനിയാണ് യൂണികോമേഴ്സ് സൊല്യൂഷൻസ്. 276.57 കോടി രൂപ സമാഹരിക്കുന്നതിനാണ് കമ്പനി എത്തിയത്. ഓഗസ്റ്റ് 13 ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ഓഹരി ഒന്നിന് 108 രൂപയാണ് ഇഷ്യൂ പ്രൈസായി നിശ്ചയിച്ചത്. എന്നാൽ 113% പ്രീമിയത്തിൽ ഗംഭീര ലിസ്റ്റിംഗ് ആണ് ഓഹരി നടത്തിയത്. 235 രൂപയിലാണ് ഓഹരി NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. നാലാം പാദത്തിൽ കമ്പനി മികച്ച നമ്പേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ലാഭം 3.5 കോടി രൂപയിൽ നിന്നും 6.29 കോടി രൂപയായി ഉയർന്നു. തുടർന്ന് 263 രൂപ വരെ എത്തിയ ഓഹരി 2025 മാർച്ചിലാണ് 96 രൂപയിലേക്ക് ഇടിഞ്ഞത്. ഏകദേശം 17%-ലധികം നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ വർഷം ഓഹരിയിൽ ഉണ്ടായത്. മാർച്ചിൽ 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞ ഓഹരിയിൽ പിന്നീട് നേരിയ മുന്നേറ്റം കാണുന്നുണ്ട്. മാർച്ച് പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായി. ഇതോടെ മെയ് മാസത്തിൽ ഇതുവരെയായി 15% റിട്ടേൺ നൽകാൻ ഓഹരിക്ക് സാധിച്ചു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്, പേടിഎം, PB ഫിൻടെക്, എറ്റേണൽ, നൈക്ക എന്നീ ഓഹരികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 24% ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഇടിഞ്ഞത്. 2024 ഓഹരി 21%-ഓളം ഇടിഞ്ഞതായി കാണാം. പേടിഎം ഓഹരികൾ 2024 60% മുന്നേറിയ ശേഷം ഈ വർഷം 16%-ഓളം ഇടിഞ്ഞിട്ടുണ്ട്. 2024 165% PB ഫിൻടെക് ഉയർന്നത്. എന്നാൽ ഈ വർഷം 15% ഇടിഞ്ഞു. നൈക്ക ഓഹരികൾ 21% ഇടിഞ്ഞതായി കാണാം.